ഇത്രയും കൂടെ ഉണ്ടായിരുന്നപ്പോ വാട്ട് ഈസ് ദ ഒരു ബെസ്റ്റ് തിങ് സാറിൽ നിന്ന് പഠിച്ച ഒരു കാര്യം ഒന്ന് പറയാമോ? ഒന്ന് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന്റെ പേഷ്യൻസ്. ഉം. ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നത്, അതായത് അവിടെ നമുക്കൊരു ടൈം ഉണ്ട് പ്രാക്ടീസിന്റെ. ഓക്കെ സാറിന്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുലർച്ചെ 2 മണി 3 മണി വരെ പോകും. അത് നമ്മൾ അത്രയും സമയം കൂടെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ പക്ഷെ അവിടെ ഞങ്ങളുടെ കൂടെ അമേരിക്കൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. ഉം. ഒരു ടൈം കഴിഞ്ഞ സമയത്തേക്ക് ഇവരല്ല, അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ വൺ മോർ ടൈം എന്ന് റഹ്മാൻ സാറ് പറഞ്ഞു. ഉം. പക്ഷെ ഇവരെല്ലാവരും എഴുന്നേറ്റു, ഒന്നും വേണ്ടിയില്ല, അവരെഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് സാറിനൊരു നമ്മളിങ്ങനെ അധിക്ഷേപിക്കണ പോലത്തെ ഒരു ഫീൽ അല്ലേ ഒരാള് അടുത്ത ഓക്കെ ലെറ്റ്സ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് പ്രാക്ടീസ് പോവാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോവാന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ. പക്ഷെ അവരുടെ ഒരു പ്രൊഫഷണൽസ്. അത് ഒരു സമയം എന്ന് പറഞ്ഞാൽ സമയത്തെ അവർ വർക്ക് ചെയ്യത്തുള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പുറത്ത് വർക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ടൈം ഇതെല്ലാം സ്കെഡ്യൂൾ. പക്ഷെ സാർ അതെല്ലാം ഈസി ആയിട്ട് എടുത്ത് അത് കഴിഞ്ഞ് പുള്ളിക്ക് ചെയ്യാനുള്ള പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇതിൽ പോയി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ആ ഒരു ക്ഷമ ഉണ്ടായിരുന്നു. ഓക്കെ